ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതലങ്ങളിൽ മറഞ്ഞുപോയ, വിസ്മൃതിയിലാണ്ടുപോയ ഒരു വിസ്മയ ഭൂഖണ്ഡം. തമിഴ് സംസ്കാരത്തിന്റെ ഉറവിടമെന്ന് കരുതപ്പെടുന്ന കടലെടുത്ത കുമാരിക്കണ്ടം. അതൊരു മിത്തോ യാഥാർത്ഥ്യമോ? തമിഴ് ഐതിഹ്യങ്ങളിലും സംഘസാഹിത്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രദേശം. കന്യാകുമാരിക്ക് തെക്കായി ആഫ്രിക്ക മുതൽ ഓസ്ട്രേലിയ വരെ വ്യാപിച്ചു കടന്ന ഒരു കൂറ്റൻ പ്രദേശമായിരുന്നത്രേ ഇത്. ഫലഭൂയിഷ്ടമായ പർവ്വതനിരകളും പഹ്രുളി, കുമാരി പോലുള്ള വലിയ നദികളും അവിടെയെല്ലാം ഉണ്ടായിരുന്നു. അത്യന്തം പുരോഗതി പ്രാപിച്ച ഒരു നാഗരികതയായിരുന്നത്രേ ഇവിടെ. കൃഷിയും ജ്യോതിശാസ്ത്രവും കപ്പൽ നിർമ്മാണവും അവർക്കറിയാമായിരുന്നു. തമിഴ് ഭാഷയും കലകളും അവിടെയെല്ലാം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് തമിഴ് നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ളവരും പാവാണർ പോലുള്ള സ്കോളേഴ്സും കുമാരിക്കണ്ടം യഥാർത്ഥമാണെന്നും ദ്രാവിഡ സംസ്കാരത്തിന്റെ ഉറവിടമാണെന്നും ശക്തമായി വാദിച്ചു. തമിഴ് സാഹിത്യത്തിലെ പരാമർശങ്ങളെയാണ് അവർ പ്രധാന തെളിവുകളായി കണ്ടത്. എന്നാൽ പിന്നീട് എന്തോ സംഭവിച്ചു. കടൽക്കോൾ അഥവാ സുനാമി പോലുള്ള വലിയ കടൽക്ഷോഭങ്ങൾ മൂലമോ ഹിമയുഗത്തിന്റെ അവസാനത്തിൽ സമുദ്രനിരപ്പ് ഉയർന്നതുകൊണ്ടോ ഈ പ്രദേശം പതുക്കെ പതുക്കെ കടലിനടിയിലായിപ്പോയി. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ പലായനം ചെയ്തു. ഒരു വിഭാഗം തമിഴ്നാട്ടിലും കേരളത്തിലും എത്തിച്ചേർന്നു. മറ്റു ചിലർ ശ്രീലങ്കയിലേക്കും മറ്റു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കുടിയേറി. ഈ വലിയ ഭൂഖണ്ഡത്തെക്കുറിച്ച് തമിഴ് സാഹിത്യങ്ങളായ മേഘായി, തുടങ്ങിയവയിൽ പരാമർശങ്ങളുണ്ട്. എങ്കിലും അതൊരു മിത്തായിട്ടാണ് സാധാരണയായി ഭൗമശാസ്ത്രം തള്ളിക്കളയുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ ഭൂഖണ്ഡം മുങ്ങിപ്പോയി എന്നത് അപ്രായോഗികമാണ്. ചില ചരിത്രകാരന്മാരും നീലകണ്ഠശാസ്ത്രി, കെ പിള്ള പോലുള്ളവർ സാഹിത്യത്തിലെ പരാമർശങ്ങളെ ചരിത്രപരമായ വസ്തുതകളായി കാണാൻ തയ്യാറായിട്ടില്ല. സമുദ്രത്തിനടിയിലെ ചില മാറ്റങ്ങൾ സാധ്യതകൾ നൽകുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ കന്യാകുമാരിക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ നിലനിന്നിരുന്ന പ്രദേശം തന്നെ ആകാം ഇത്. എന്റെ അഭിപ്രായത്തിൽ കുമാരിക്കണ്ടം എന്നത് തമിഴ് ജനതയുടെ സംസ്കാരത്തിന്റെയും തനിമയുടെയും അടയാളം മാത്രമാണ്. ഒരു വലിയ ഭൂഖണ്ഡം മുഴുവനായി മുങ്ങിപ്പോയി എന്നത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രയാസമാണ്. എനിക്കതിൽ വലിയ വിശ്വാസമില്ല. ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങളാൽ തീരദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതാകാം സാഹിത്യത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ ചാനൽ BR ലിക്വിഡിറ്റി ഹണ്ടർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.